ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ഒരു കുഞ്ഞ് അപ്പനെ വിളിച്ചിട്ട് പറയും, അപ്പ നോക്ക് നോക്ക്, ആകാശത്തേക്ക് നോക്ക്. അപ്പം ചോദിക്കും, എന്താ എന്താ മോനെ, എവിടെ എവിടെ? നോക്കാൻ പറയും, ദേ നോക്ക്, ഒരു പൊട്ടുപോലെ ഒരു വിമാനം പോകുന്നുണ്ട്. എത്ര ചെറുതാ അല്ലേ അച്ഛാ? അപ്പൊ അപ്പം പറയും, താടി തലോടിയിട്ട് പറയും, ആഹാ, കൊള്ളാം. എന്നിട്ട് ഈ അപ്പൻ എന്നാ ചെയ്യുമെന്നറിയാവോ? കുഞ്ഞിൻ്റെ കൂടി പറയും, മോൻ റെഡിയായി വാ, നമുക്കൊരു സ്ഥലം വരെ പോകാം. അപ്പം കുഞ്ഞിനെയും കൂട്ടി വിമാനത്താവളത്തിലേക്ക് പോകും. അപ്പൊ വിമാനത്താവളത്തിൽ എന്താ സംഭവിക്കുന്നേ? വിമാനത്താവളത്തിൽ വിമാനമൊക്കെ തറയിൽ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുക. അപ്പൊ ഈ കുഞ്ഞ് ഈ സ്ഥലം കണ്ട് ഇതിലെ വിമാനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന കാണുമ്പോൾ അപ്പൊ അച്ഛനോട് പറയും, അപ്പ എന്ത് വലുതാ ഈ വിമാനം! ഞാൻ നേരെ കണ്ടപ്പോൾ കുഞ്ഞായിരുന്നു, ഇപ്പൊ എന്ത് വലുതാ വിമാനം! പ്രിയമുള്ളവരെ, ഇതേ അനുഭവം നമുക്കും കിട്ടും. ഓക്കെ, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് പോകുമ്പോൾ ദൈവം ഒരു പൊട്ടുപോലെ ആയിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കുമ്പോഴോ ദൈവത്തെ നമുക്ക് മറ്റൊരാൾ, നമ്മുടെ മുന്നിൽ ഒരാൾ നിന്നാൽ എങ്ങനെ കാണാൻ പറ്റും? അതുപോലുള്ള അനുഭവം, കുറച്ചുകൂടി നമ്മൾ ആ ആത്മീയതയിൽ കുറച്ചുകൂടി വളരുമ്പോൾ നമുക്ക് ദൈവം മുന്നിൽ വന്ന് നിൽക്കുന്നത് വരെ നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു മറയിടുവാണെങ്കിലോ മുന്നിലിരിക്കുന്ന ലിജോയെ എനിക്ക് കാണാൻ പറ്റുമോ? ഇല്ല. മുന്നിലിപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സുനിത ഇരിക്കുവാണെങ്കിലോ കാണാൻ പറ്റുമോ? സുനിതയോ സജിത്തോ ഒക്കെ ഇരുന്നാൽ എനിക്ക് കാണാൻ പറ്റില്ല. കാരണം മറയാ. അപ്പൊ ഇതുപോലെ നമ്മളെ മറയ്ക്കുന്ന മറയെന്താ? പാപത്തിൻ്റെ മറയാ. അപ്പോൾ പാപത്തിൻ്റെ അളവ് കുറയ്ക്കുക. നമ്മൾ ഈശോയുടെ കുമ്പസാരത്തിലൂടെ ഏറ്റു പറയാ, ഇതിൻ്റെ മാറാല കുറയും. നമ്മൾ ഇട്ടിരിക്കുന്ന തിരശീല പോലത്തുള്ള സാധനം മാറും, കുറച്ചുകൂടി വെണ്മയും ക്ലിയറും ആയിട്ട് മാറും. ഓക്കെ, ഇനി ഈ അകലങ്ങളിലിരിക്കുന്ന ദൈവത്തെ, പൊട്ടുപോലെയുള്ള ദൈവത്തെ നമുക്ക് അടുപ്പിക്കണം. ഓക്കെ, നമുക്ക് വളരെ അനുഭവമാക്കി മാറ്റണം. ഓക്കെ, എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? ഓക്കെ, ഈ ശരീരം ഒരു കോംപ്ലക്സ് ബോഡിയാണല്ലോ. ഓക്കെ, ഒത്തിരി ദൈവത്തിൻ്റെ ദാനമാണ്. ആർക്കെങ്കിലും സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമോ ഇത്? സിസ്റ്റർ ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. നമ്മുടെ സിസ്റ്ററിൻ്റെ ഒരു തുള്ളി ബ്ലഡ്, നമ്മൾ ഇത്രയൊക്കെ വളർന്നില്ലേ, സാമൂഹ്യമായും സാംസ്കാരികപരമായും ശാസ്ത്രത്തിലൊക്കെ നമ്മളൊക്കെ എത്ര ഹെഡാണ്, എത്ര മുന്നിലാണ് നമ്മൾ. അങ്ങനെയുള്ള ശാസ്ത്രം വിജയിച്ച് നിൽക്കണ ഈ കാലഘട്ടത്തിൽ സിസ്റ്ററിൻ്റെ ഒരു തുള്ളി രക്തം എടുത്ത് ലാബിൽ കൊണ്ടുപോയി അത് പരിശോധിച്ച് അതുപോലുള്ള സെയിം ആയിട്ടുള്ള ബ്ലഡ് ഉണ്ടാക്കി ആരുടെയെങ്കിലും ശരീരത്തിൽ ഇൻജെക്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്തിട്ടുണ്ടോ അങ്ങനെ? ഇല്ലല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ ദൈവത്തിന് മാത്രമേ പറ്റൂ. ഓക്കെ, ഇത്രയും നമ്മുടെ കേമനായ, നമ്മുടെ സ്വന്തമായ ഈ അപ്പനെ ഹൃദയത്തോട് അടുപ്പിക്കാൻ നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ശരീരം കൊണ്ട് എങ്ങനെ ഈ പൊട്ടായിട്ട് ഇരിക്കുന്ന ദൈവത്തെ കുറച്ചുകൂടി ക്ലിയറായിട്ട് വ്യക്തതയോടെ അനുഭവിക്കാനും ചേർത്ത് പിടിക്കാനും പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ശരീരം കൊണ്ട് പ്രാർത്ഥിക്കാം? ഒന്ന്, എങ്ങനെ നമ്മൾ കൈകൂപ്പി പിടിക്കില്ലേ? കൈകൂപ്പി പിടിക്കുന്നത് എന്താ അർത്ഥം? ഈശോയെ, ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഈ ശരീരത്തിലൂടെ നമ്മൾ ദൈവത്തോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്ററിനുള്ള ചെറിയ ഒരു ഉപദേശം, പള്ളിയിലൊക്കെ പോകുമ്പോൾ കൈ കെട്ടി നിൽക്കരുത്. ഓക്കെ, കാലിലൊക്കെ കയറ്റിയിരിക്കരുത്. നമ്മുടെ രാജാവാണ് മുന്നിൽ നിൽക്കണേ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നില്ല. അർഹിക്കുന്ന സ്നേഹം അല്ലെ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കുന്നില്ല. ഈശോ നമ്മുടെ ദൈവമല്ലേ, അപ്പനല്ലേ. ഓക്കെ, കൈകോപ്പി പിടിക്കുക. ഓക്കെ, ഇനി ചിലർ ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിക്കും. അപ്പം വിചാരിക്കരുത് അവരും ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നല്ല. ചിലവരുടെ ശരീരഭാഷ ഇങ്ങനെയാണ്, അവരിങ്ങനെ പിടിച്ചാലും അത് പ്രാർത്ഥനയാണ്. ഓക്കെ, കൈ തുറന്നു പിടിക്കുക. തുറക്കുന്ന എപ്പോഴാ? ദൈവമേ, എൻ്റെ കയ്യിലൊന്നുമില്ല, അപ്പം വിളമ്പി തന്നാലേ എനിക്കുള്ളൂ, നീ തരണം എൻ്റെ കൈ. അതാണ് അല്ലേ നമ്മൾ ഭിക്ഷ ഒക്കെ എടുക്കുന്ന ചില ചേട്ടന്മാരെ ചേച്ചിമാരെയൊക്കെ കണ്ടിട്ടില്ലേ? അവർ ഒന്നുമില്ലാത്തവർ എൻ്റെ പാത്രത്തിൽ എന്തെങ്കിലും ഇടണേന്ന് പറയും. ഇതുപോലെ നമ്മുടെ സ്വർഗത്തിൽ അപ്പനോട് പറയാണ്, അപ്പാ എൻ്റെ കയ്യിലൊന്നുമില്ല, നീ തന്നാലേ എനിക്കുള്ളൂ. കൈ നീട്ടിപ്പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, കൈ നമ്മളിങ്ങനെ പൊക്കി പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പാ കുഞ്ഞു മക്കളെ കണ്ടിട്ടില്ലേ? കുഞ്ഞു പാവമാരെ അവർ തറയിൽ നിന്നിട്ട് പറയും, അപ്പാ എന്നെ എടുക്കപ്പാ എന്ന് പറയുമ്പോൾ അപ്പനിങ്ങനെ പൊക്കിയെടുക്കും. അപ്പൊ ഇതുപോലെ നമ്മളെ പിടിച്ചുയർത്തുവാൻ, മുകളിലേക്ക് കയറ്റുവാൻ നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ സിസ്റ്റർ എന്തൊക്കെ പറഞ്ഞു? കൈ കൂപ്പി പ്രാർത്ഥിക്കുന്നു, കൈ തുറന്നു പിടിച്ച് പ്രാർത്ഥിക്കുന്നു, കൈ പൊക്കി പ്രാർത്ഥിക്കുന്നു, കൈ അടിച്ച് പ്രാർത്ഥിക്കുന്നു. അല്ലേ, നമ്മൾ
ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പം കാണും, ഉഷാറായിട്ട് നമ്മൾ കൈ അടിച്ച് നമ്മളെ ശരീരം കൊണ്ട് നമ്മൾ സ്തുതിക്കുന്നു. ഓക്കെ, ഇനി ഇതിനോടൊപ്പം നമ്മുടെ കണ്ണും കൈയും കൂടി ചേർന്ന് പോകാം. ഓക്കെ, കൈകൂപ്പുന്നു, കണ്ണടയ്ക്കുന്നു. കണ്ണടയ്ക്കുന്നത് എന്തിനാ? കണ്ണടയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഏകാഗ്രത കിട്ടും, കുറച്ചുകൂടി ഫോക്കസ്ഡ് ആകാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ കണ്ണടയ്ക്കുന്നു. കണ്ണടച്ചിട്ട് നമുക്ക് ഈശോയെ മനസ്സിൽ കാണാം. ഈശോയുടെ കുപ്പായം, നീളം കുപ്പായം, നല്ല നീല കണ്ണുകൾ, കേളി ഹെയർ, ചുരുണ്ട മുടിയുള്ള സുന്ദരനായ ഈശോയെ നമുക്ക് മനസ്സുകൊണ്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ കൈ കൂപ്പി പിടിക്കുക, കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ഓക്കെ, ഇനി കണ്ണ് തുറന്നും പ്രാർത്ഥിക്കാം, അതിലൊന്നും ഒരു തെറ്റുമില്ല. ഏതാണോ നമുക്കിഷ്ടം അത് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. മുട്ടുകുത്തുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നീ ഈശോപ്പയുടെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ നാളെ ലോകത്തിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ ദൈവം അനുവദിക്കത്തില്ല. ഓക്കെ, ഇന്ന് നീ ഈശോപ്പയുടെ മുമ്പിൽ കൈ നീട്ടിപ്പിടിച്ചാൽ നാളെ ലോകത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും തരടേ എന്ന് പറഞ്ഞ് നീട്ടിപ്പിടിക്കാൻ. അത് ചിലപ്പോൾ കഴിവാകാം, ജോലിയാകാം, നമുക്ക് വേണ്ടുന്ന ആയിക്കൊള്ളട്ടെ. പക്ഷെ അങ്ങനെ നീട്ടിപ്പിടിച്ച് നടുവ് മടക്കി നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഓക്കെ, അപ്പോൾ പരമാവധി നിൽക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ജപമാലയൊക്കെ ചൊല്ലുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് ഒരു ഡക്കറ്റെങ്കിലും, ഒരു രഹസ്യമെങ്കിലും മക്കൾ മുട്ടുകുത്തി നിന്നൊന്ന് ശീലിച്ച് നോക്കിക്കേ. അവിടെ ദൈവാനുഗ്രഹം ഒഴുകും, സ്വർഗത്തിൽ നിന്ന് കയ്യടി കിട്ടും. നോക്കിയിട്ട് കണ്ടോ എൻ്റെ കൊച്ച് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടോ, അങ്ങനെ സ്വർഗം കൈയടിക്കും. ഓക്കെ, അപ്പം മുട്ടുകുത്തുക, ലോകത്തിന് മുമ്പിൽ മുട്ടുകുത്താൻ ഇടവരില്ല, ഉറപ്പ്. ഓക്കെ, മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ഇനി സാഷ്ടാംഗ പ്രണാമം, നമ്മളിങ്ങനെ കൈ വിരിച്ച് ഇങ്ങനെ കമഴുന്ന തല തറയിൽ മുട്ടിച്ച്, ശിരസ് മുട്ടിച്ചുള്ള പ്രാർത്ഥനയാണ്. എന്ന് വെച്ചാൽ സാഷ്ടാംഗേന പൂർണ്ണമായി ഞാനിതാ സമർപ്പിക്കുന്നു. നിങ്ങൾ തന്നെ ഫ്ലാറ്റായി കിടക്കത്തില്ലേ? ഒക്കെ കൊടുത്തു, എല്ലാം കൊടുത്തു ഈശോപ്പേ, എൻ്റെ എല്ലാം തരുന്നു. അങ്ങനെ അത് സമ്പൂർണ്ണ സമർപ്പണം. ഒക്കെ, സാഷ്ടാംഗം പ്രണമിക്കാം, ഇരുന്ന് പ്രാർത്ഥിക്കാം, ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. മാർത്തായും മേരിയുടെയും കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താ, അവർ ഈശോ അവരുടെ വീട്ടിൽ വരുമ്പോഴൊക്കെ ഓടിപ്പോയി ഈശോയുടെ അടുത്ത ഒരു കസേരയിട്ട് അല്ലെങ്കിൽ തറയിലിരുന്ന് ഈശോ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അതുപോലെ നമുക്കും പള്ളിയിൽ പോകുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും രൂപത്തിന്റെ മുമ്പിലുമൊക്കെ തറയിലിരുന്ന് സ്വസ്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമ്മൾ ദാവീദ് രാജാവ്, നമ്മുടെ രാജാവ് എന്നാ ചെയ്തേ? ഈ മഹാനായ രാജാവ് പദവിയും പ്രശസ്തിയും ആഡംബരവും ഒക്കെ മാറ്റിവെച്ചിട്ട് ഒരു സാധാരണക്കാരനെ പോലെ, നമുക്ക് സന്തോഷം കൂടുമ്പോൾ തുള്ളിക്കളിക്കുന്ന പോലെ, DJ ചെയ്യുന്നത് പോലെ നമ്മുടെ ദാവീദ് രാജാവും അന്ന് പണ്ടേ അദ്ദേഹം ചെയ്തു, ഡാൻസ് ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഓക്കെ, ഈശോയ്ക്ക് സ്തുതി പറഞ്ഞ്, ഈശോയെ കൂടെ വരണേ, ഐ ലവ് യു, ആവാ പിതാവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഇങ്ങനെ നമുക്ക് പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്ത് ആക്ഷൻ സോങ് കളിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ സിസ്റ്റർ എന്താ പറഞ്ഞേ? നമ്മുടെ ഇത്തിരി പോകുന്ന ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. നമ്മുടെ ദൈവം നമുക്ക് എപ്പോഴും പൊട്ടുപോലെ ആയിരിക്കരുത്, അങ്ങ് പൊട്ട് ഒരു ആകാശത്തിൽ പോകുന്ന വിമാനം പോലെ ആകരുത്. നമുക്ക് തറയിൽ നിൽക്കുന്ന അത്രയും വലിപ്പത്തിലും വ്യക്തതയിലും കാണാൻ പറ്റുന്ന ദൈവമായി മാറണം നമ്മുടെ അനുഭവം. ഓക്കെ, അത് പ്രാർത്ഥിച്ച് വരുമ്പം സെറ്റാവും മക്കളെ. നമ്മുടെ വിശുദ്ധരുടെ കഥകളൊക്കെ പഠിച്ചു നോക്കിയോ, അവർക്കൊക്കെ മുന്നിൽ വന്ന് നിന്ന് സഹായിക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ദൈവം അവർക്ക് കാണാൻ പറ്റി ഈ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വചനം സിസ്റ്റർ പറയാം. 1 കൊറിന്തോസ് 2:9 ഓക്കെ, അതിൽ പറയുന്നത്, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചവ കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യഹൃദയങ്ങൾ ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ അവയെല്ലാം പരിശുദ്ധാത്മാവ് മുഖേന നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഉണ്ട്, അല്ല തന്നിരിക്കാം, ആകാം എന്നല്ല, തന്നിരിപ്പുണ്ട്. അപ്പം ദൈവത്തെ കൂടുതൽ അനുഭവിക്കുന്നവർക്ക് ഇന്ന് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല, ഹൃദയം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അതൊക്കെ മനസ്സിലാക്കി തരും. ഓക്കെ, അപ്പോൾ ഈ ദൈവത്തെ കൂടുതൽ അനുഭവിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം കൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, ചെയ്യില്ലേ? അപ്പം പള്ളിയിൽ പോകുമ്പോഴൊക്കെ എങ്ങനെ നിൽക്കണം? കൈകെട്ടി നിൽക്കരുത്, അലസമായി നിൽക്കരുത്, മറ്റുള്ളവരെ തോണ്ടി നിൽക്കരുത്, കൈകൂപ്പി പിടിക്കണം. ഓക്കെ, ആരും പറഞ്ഞു തന്നില്ലെങ്കിലും മക്കൾ ഇന്ന് മുതൽ കൃത്യമായിട്ട് കൈ കൂപ്പി പിടിക്കാൻ തുടങ്ങണം. ഓക്കെ, വലിയ പ്രാർത്ഥന ചൊല്ലിയില്ലെങ്കിലും കൂപ്പി പിടിച്ചാൽ മതി, അവിടെ നമ്മൾ ദൈവത്തിന്റെ അടുത്തേക്കുള്ള ഒരു സ്റ്റെപ്പായി. ഓക്കെ, കൈ കൂപ്പി പിടിക്കുന്നു, കൈ തുറന്ന് പിടിച്ച് പ്രാർത്ഥിക്കുന്നു, കൈ പൊക്കി പിടിച്ച് പ്രാർത്ഥിക്കുന്നു, കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു, കണ്ണ് തുറന്ന് പ്രാർത്ഥിക്കുന്നു, നമ്മൾ സാഷ്ടാംഗം മൊത്തമായിട്ട് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുന്നു.
പിന്നെയോ ഡാൻസ് ചെയ്ത് നൃത്തമാടി ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. റിസ്പോൺസ് നമ്മുടെ പള്ളിയിലൊക്കെ പറയുമ്പോൾ വീട്ടിലായാലും ജപമാലയോ കുഞ്ഞി പ്രാർത്ഥനയാണെങ്കിൽ ഉറക്കെ പ്രാർത്ഥിക്കണം. ഒക്കെ വാ തുറന്ന് ഉറക്കെ ശബ്ദത്തിൽ പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തെ കൂടുതൽ നമ്മൾ അനുഭവിക്കാനുള്ള സ്റ്റെപ്പാണ് എടുക്കുന്നത്. പതിയെ 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 നമ്മൾ അകലങ്ങളിലിരിക്കുന്ന ദൈവം നമ്മുടെ അടുത്തതുപോലെ വന്ന് നിൽക്കും. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും ചെയ്യുമല്ലോ. ഈശോ അപ്പൊ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ശരീരം കൊണ്ട് സ്തുതിക്കാനും പാടാനും ആടാനും ഒക്കെ ഉള്ള കൃപ നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ.